കാസർഗോഡ് പോലുള്ളൊരു സ്ഥലത്തു നിന്ന് കൊച്ചിയിലേക്ക് വരാൻ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണ്? ആരെങ്കിലും കണ്ടിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റോൾ മോഡലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അല്ല, റോൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായില്ല. കാരണം ഞാൻ ഡെബ് സ്മാഷ് മുതലാണ് ഉള്ളത്. അപ്പോൾ ഡെബ് സ്മാഷിൽ എല്ലാവരും സ്റ്റാർട്ടിങ് ഉള്ള അതിൽ റോൾ മോഡലായിട്ട് എടുക്കാൻ മാത്രം ആരും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചുമ്മാ ആ സമയത്തൊക്കെ എല്ലാവരും വെറുതെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജെറിൻ ജോസി എന്ന് പറഞ്ഞിട്ട്. അവൾ എറണാകുളത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു. എറണാകുളമാണോ കണ്ണൂരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് അവളെ ഫ്രണ്ട്സൊക്കെ കൂടി ചെയ്തിട്ട് അതെനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ചെയ്യ്, നല്ല പ്ലാറ്റ്ഫോമാണ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരണത്. വന്നു കഴിഞ്ഞിട്ട് കുറച്ചാളപ്പോൾ ഡെബ് സ്മാഷ് ആപ്പ് പോയി. അപ്പോൾ എനിക്കറിയില്ല ഇത് എന്താ ചെയ്യേണ്ടത് അങ്ങനെ. അത് പിന്നെ മ്യൂസിക്കിലേക്ക് വന്നപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു നമുക്കിതിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരണത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കൊരു ആക്ടിങ് ഇഷ്ടമുള്ളവർക്കൊരു പറ്റിയ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു അത്. അപ്പം അതിൽ കുറച്ചും കൂടി വീഡിയോസ് ചെയ്യാം, ബെറ്ററായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഡെയിലി ചെയ്യുമ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ആൾക്കാർ നമ്മളെ കമൻസ് ഒക്കെ ചെയ്യണോ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. അങ്ങനെ ചെയ്ത് വന്നതാണ്. പിന്നെ അത് എൻ്റെ നാട്ടിലവർക്കൊന്നും അങ്ങനെ അറിയില്ല ടിക്ടോക്ക് എന്താ സംഭവം കാര്യങ്ങളൊന്നും. ഇപ്പം അറിയുന്നുണ്ടാവും, മുന്നത്തെ ആൾക്കാരൊന്നും അറിയില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും കമ്പനിയായി. പിന്നെ ഗ്യാങ്ങൊക്കെ കൂടി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എത്തിയത് ടിക്ടോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക്. എന്തെങ്കിലും ഇങ്ങനെ മറക്കാത്ത അനുഭവങ്ങൾ വല്ലതും മീൻസ് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുള്ള? അല്ല, ഈ കുറേ ഗേൾസ് വന്നിട്ട് ഇങ്ങനെ പറയും ആമീൻ്റെ ലൈഫ് കണ്ടിട്ട് ഇൻസ്പയർ ആയതാണ്. കറക്റ്റ് സമയത്തായിരിക്കും ആമീൻ്റെ വീഡിയോസ് വരിക, ആമീൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കറക്റ്റ് സമയത്തായിരിക്കും വരിക. അത് ഭയങ്കര നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കാരണം ഒരാൾ ഒരു സ്ട്രോങ് ആവുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. ഇൻ്റർവ്യൂസ് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും കുറേ ആൾക്കാർ, എനിക്ക് കുറച്ച് സംസാരിക്കാൻ കുറച്ച് ടൈം തരുമോ എന്ന് ചോദിക്കും. അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര പോരാളിയായിട്ട് ഇല്ല, ഞാൻ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ മെസ്സേജ് അയക്കണേ. പക്ഷെ ഞാൻ വിചാരിക്കും മേ ബി ഒരാൾ കേൾക്കാനില്ലാത്ത, എനിക്കിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മയോ ചേട്ടനോ ആരെ വിളിച്ച് എനിക്ക് സങ്കടങ്ങൾ പറയാം. അത് പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും മേ ബി. എന്നെ ഒരു പരിചയമില്ല, പേഴ്സണലി ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അത്രയും ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പം ഞാൻ എത്ര സങ്കടപ്പെട്ടാലെങ്കിൽ കുഴപ്പമില്ല, ഞാനപ്പോൾ കണ്ണൊക്കെ തുളച്ച് പറയുമ്പോൾ എന്താ പ്രശ്നം. അപ്പം അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിക്കും. ചിലപ്പോൾ കോൾ എടുത്തിട്ട് തന്നെ സംസാരിക്കും, എന്താ പറഞ്ഞോ പ്രശ്നം. അപ്പോൾ അവർക്ക് എന്തോ സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയ പോലെ അവർ സംസാരിക്കുക. അങ്ങനെ ഒത്തിരി ബോയ്സും ഇപ്പായിട്ട് ബോയ്സും അയക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ഗേൾസ് തന്നെ അയക്കാം. ഡൈവേഴ്സ് ആയിട്ടുള്ള ആവാൻ നിൽക്കണവര് എന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവര് ഒന്ന് ചോദിക്കും. അല്ല, ഞാൻ പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് രണ്ട് സൈഡും കേൾക്കാതെ എനിക്ക് ഒരാളെ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ചിലവർ ഫുഡ് പോലും കഴിക്കാണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പോയി ഫുഡ് കഴിക്കും. ഫുഡൊക്കെ നമ്മൾ എന്ത് വന്നാലും നമുക്ക് സങ്കടം വന്നാലും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഓർഡർ ചെയ്ത് പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. ഫുഡൊക്കെ കഴിക്കുന്നേരം ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ നോക്കാൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് കുറേ വരാറ് മെസ്സേജ് കാര്യങ്ങൾ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളടുത്ത് ഒരാൾ കാര്യം പറയുമ്പോൾ നമ്മൾ അത്രയും ട്രസ്റ്റും ചെയ്യുന്നുണ്ടാവും, നമ്മൾ അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടായിരിക്കുമല്ലോ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നത്. അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, പിന്നെ ട്രൈ ചെയ്തിട്ടില്ലേ? അപ്പം ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ കാസ്റ്റിംഗ് കോളിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇത് തന്നെ എൻ്റെ മാമൻ വഴി എനിക്ക് വന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി ചെറുതാണ്, ക്യാരക്ടറിന് പറ്റിയതല്ല പറഞ്ഞു. പിന്നെ ഭയങ്കര സങ്കടമായി, കാരണം ആകെ കിട്ടിയ അവസരമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാം. ഇപ്പോഴും ഞാൻ കാസ്റ്റിംഗ് കോളിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഓഡീഷന് പങ്കെടുക്കുന്നുണ്ട്. ഓഡീഷൻസിന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, പക്ഷെ പോകുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തില് ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇനി വരുന്ന എന്തെങ്കിലും ഷോർട്ട് മൂവീസ് ഒക്കെ ഉള്ളത്, പുതിയ പ്രൊജക്ടുകൾ? ഇപ്പൊ ഒന്ന് വരാനുണ്ട് എനിക്ക്. മഹാരാജാസിന്റെ അവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇറങ്ങിയിട്ടില്ല, ഡബിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഓണത്തിനായിരിക്കും മേ ബി റിലീസ് ആവുക. ഐറിസ് ഒരു 1.5 വർഷം മുന്നേ എന്തോ ഇറങ്ങിയതായിരുന്നു. പക്ഷെ നല്ല എനിക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഐറിസിന്റെ ഷോർട്ട് ഫിലിം. ഏതാ നല്ലത്? കാരണം ടിക്ടോക്ക് ആണോ നല്ലത്, ഇൻസ്റ്റയാണോ നല്ലത്, ഷോർട്ട് മൂവിയാണോ നല്ലത്? അല്ല, ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഫേസ് ചെയ്തിട്ട് നല്ല, ഇതിപ്പോൾ ടിക്ടോക്ക് എന്നൊക്കെ പറയണം നമുക്ക് ഒരു റൂമിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഡയറക്ടറെ ചീത്തയും ഓക്കെ കേൾക്കണം, കറക്റ്റ് ഡയലോഗും പറയണം. ലിപ്സിങ് പോലെ അല്ലല്ലോ, നമ്മൾ കറക്റ്റ് ഡയലോഗൊക്കെ തലേ ദിവസം പഠിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും അത് ചെയ്യണത്.
അപ്പൊ എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഷോർട്ട് മൂവി അതൊക്കെയാ. നമ്മൾ ലൈവായിട്ട് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ക്യാമറ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്യാമറ ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നല്ല, ഭയങ്കര കൂളായിട്ടാണ് എല്ലാം ചെയ്യാറ്. അത് തന്നെ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈ തൻസീറുമായിട്ടുള്ള മ്യൂസിക് ആൽബത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളോ? വിശേഷങ്ങളായിട്ട് പറയാനില്ല, അത് മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. തൻസീർ കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ ഈ ഒരു മ്യൂസിക് ആൽബം ചെയ്തത്. അതില് എന്തുകൊണ്ട് ആമിയെ സെലക്ട് ചെയ്തത്? അത് തൻസീർ ഖാന്റെ വൈഫാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. കാരണം അതില് നമ്മളിങ്ങനെ ഞരവ് കെട്ടണ സീനൊക്കെ ഉണ്ട്, പിന്നെ കരയണ സീനുണ്ട്, പിന്നെ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ചെയ്യണ സമയത്ത് 68 kg എന്തോ സംതിങ് ഉണ്ട്. അപ്പം അവര് ചേച്ചി പറഞ്ഞു, ചേച്ചി വീഡിയോസ് ഒക്കെ കാണുന്നതാണ്, തൻസീർ ഖാന്റെ വൈഫ് കരയണ ഒരാളാണ് വേണ്ടത് പറഞ്ഞപ്പോ ആമി നന്നായിട്ട് കരയും, അവള് കരയണം നന്നായിട്ട് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് എന്നെ സജസ്റ്റ് ചെയ്യണത്. പിന്നെ കുറച്ച് തടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഗർഭിണീന്റെ സീനാണ്, അപ്പം തടിയുള്ള ആള് വേണം, കുറച്ച് കവളൊക്കെ ഉള്ള ആള് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ്. പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണോ ഇപ്പൊ ഈ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നത്, ഓരോ വീഡിയോകള്? ചിലതൊക്കെ അവർ അയച്ചു തന്നിട്ടുള്ളതാണ്, ആമി ചെയ്താൽ നല്ല രസം ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ സീൻ, അങ്ങനത്തെ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ഒക്കെ അവർ അയച്ചു തരുന്നതാണ്. പിന്നെ കുറെയൊക്കെ ഞാൻ തന്നെ ചെയ്യണതാണ്. പക്ഷെ ആൾക്കാരത് വേറെ രീതിയിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ പറയാൻ, അതെ, ഞാൻ ഈ ഡിപ്രഷൻ ടൈപ്പ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര വിചാരിക്കണം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കണം, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് എന്താ സങ്കടം ഉണ്ട്, ഞാൻ കൂളായിട്ടില്ല ഇരിക്കണത്. ഞാൻ ശരിക്കും ഇപ്പൊ കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആൾക്കാർ വിചാരിക്കണം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, കണ്ണിൽ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം, അമ്മി ശരിക്കും കരഞ്ഞിട്ടല്ലേ ഈ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിക്കണം. കുറെ ആൾ മെസ്സേജ് അയക്കണം എനിക്ക്, അമ്മി കരയല്ലേ ഇങ്ങനെ കരഞ്ഞ്, സ്നേഹം കൊണ്ട് അയക്കണതാണ്, എനിക്കത് സന്തോഷമേ ഉള്ളൂ. തയ്യാറെടുപ്പുകളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്ലിസറിന് യൂസ് ആക്കിയിട്ടാണ് ഞാൻ കരയണതൊക്കെ. കണ്ണിനുള്ളിൽ ഗ്ലിസർ തേച്ച് കഴിഞ്ഞാൽ ആരുടെ മുഖമായാലും അങ്ങനെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. പിന്നെ കണ്ണിന്റെ അടിയിലായാലും ഞാൻ കുറച്ച് എണ്ണ കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടാണ് കുറച്ച് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക. പിന്നെ ഞാൻ കൺമഷി ചെയ്താറില്ല, ലിപ്സ്റ്റിക് ഇടാറില്ല, ഒറിജിനൽ ഫേസിൽ ഫിൽറ്റർ ഇടാനാണ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് കരയണ പോലെ ഫീൽ ചെയ്യണതാണ്, അല്ലാണ്ട് ശരിക്കും ഞാൻ കരയണ. പക്ഷെ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ലേ അവര് വിചാരിക്കുന്നുണ്ട് ഞാനത് എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് എടുത്ത് ചെയ്യണതാണ്. അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഡിപ്രഷൻ ശരിക്കും ഇല്ല. എനിക്ക് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആമി ഡിപ്രസ്ഡ് ആണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അമ്മയായാലും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യണതിൻ്റെ ഒരു ടൈപ്പ് ചെയ്തപ്പോൾ അമ്മ രാത്രി 11 മണിക്കൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യേണ്ട മോളെ, എനിക്ക് ശരിക്കും അത് എന്തോ പോലെയാണ്, സങ്കടമാവണ് കാണുമ്പോൾ. ഞാൻ എന്നിട്ട് വീഡിയോസ് ഡിലീറ്റ് ആക്കാറ്. കുറച്ച് റീച്ച് ചെയ്യുമ്പോൾ തന്നെ അമ്മ വിളിക്കും, അമ്മ ആകെ ഫോളോ ചെയ്യണത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ വീഡിയോസ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും അങ്ങനെ ചെയ്യല്ലേ മോളെ, ഇങ്ങനെ ചെയ്യല്ലേ മോളെ. ആരും കണ്ടന്റ് ആണെന്ന് വിചാരിക്കുന്നില്ല, ഇതെല്ലാം റിയൽ ആണെന്നുള്ളൊരു ആൾക്കാർ. അല്ല, സൂയിസൈഡിന്റെ ഇട്ടപ്പോൾ തന്നെ അതിന്റെ അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്, ആമി അങ്ങനെയൊന്നും ചെയ്യല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ശരിക്കും ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിന്റെ ബ്ലൂപ്പേഴ്സ് ശരിക്കും ഇടേണ്ടി വരും അങ്ങനെയൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ആ കയറിടുന്നതായാലും ഇതൊക്കെ ആയാലും വെറുതെ ഇടുന്നതാണ്, ഒരു കണ്ടന്റ് എന്നുള്ള രീതിക്ക് മാത്രം ചെയ്യണതാണ്, അല്ലാണ്ട് ശരിക്കും ഒന്നുമില്ല. ഇപ്പം പറഞ്ഞല്ലോ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ആൾക്കാരുടെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഫീലിങ്സോട് കൂടി? വീട്ടുകാരുടെ ഫീലിങ്സ് കൊണ്ട് തന്നെ ഞാൻ അധികം ഡിലീറ്റ് ആക്കാറ്. കാരണം അമ്മ സങ്കടമാകുമ്പോൾ എനിക്ക് എന്താ ഇതാവും. മേ ബി അമ്മ കണ്ടന്റ് എന്ന് വിചാരിക്കുന്നില്ല, അതൊരു അത് ജസ്റ്റ് ഒരു കണ്ടന്റ് അങ്ങനെ ചിന്തിക്കുന്നില്ല. അമ്മേരെ തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഏത് മക്കളായാലും ഇപ്പൊ തൂക്കിച്ചവണ കണ്ടു കഴിഞ്ഞാൽ ഒരു സങ്കടം വരില്ല, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കാണുമ്പോൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ കമന്റ്സ് വന്നിട്ട് എനിക്ക് അങ്ങനെ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ കമന്റ്സ് ഓഫ് ആക്കി വെക്കാറേ ഉള്ളൂ. കമന്റ്സ് ഓഫ് ആക്കി വെക്കാറു, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യൂല, ഡിലീറ്റ് ആക്കാറൊന്നുമില്ല. അങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫീലിങ്സ് വെച്ചിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്.